സിംബാബ്വെക്കെതിരായ ഇന്ത്യയുടെ മൂന്നാം T20യിൽ സഞ്ജു സാംസന് ഒരു സർപ്രൈസ് റോൾ. മത്സരത്തിൽ ഇന്ത്യൻ ടീമിന്റെ ഉപനായകനായിട്ടാണ് സഞ്ജുവിനെ പ്രമോഷൻ ചെയ്തത്. സഞ്ജുവിനെ സംബന്ധിച്ച് ഇത് വലിയൊരു നേട്ടം തന്നെയാണ്. ഇന്ത്യയുടെ T20 ടീമിന്റെ ഭാവി വ്യക്തമാക്കുന്നത് കൂടിയാണ് ഈ നീക്കം. വിക്കറ്റ് കീപ്പർ ജിതേഷ് ശർമ്മയ്ക്ക് പകരക്കാരനായിട്ടാണ് ഇന്ത്യ സഞ്ജു സാംസനെ ടീമിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. T20കളിൽ സഞ്ജു സാംസണിൽ നിന്ന് കൂടുതൽ മികച്ച പ്രകടനങ്ങൾ ഇന്ത്യ പ്രതീക്ഷിക്കുന്നു എന്നതിൻ്റെ സൂചന കൂടിയാണിത്. മാത്രമല്ല, ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ രാജസ്ഥാൻ റോയൽസിന്റെ നായകൻ എന്ന നിലയിൽ മികച്ച പ്രകടനം പുറത്തെടുക്കാൻ സഞ്ജുവിന് സാധിച്ചിരുന്നു. ഈ സാഹചര്യത്തിൽ സഞ്ജുവിനെ ഇന്ത്യ നേതൃത്വ സ്ഥാനത്തേക്ക് പരിഗണിക്കണം എന്ന രീതിയിൽ അഭിപ്രായങ്ങളും പൊട്ടിപ്പുറപ്പെട്ടിരുന്നു. ഇതിനുശേഷമാണ് സഞ്ജുവിനെ വൈസ് ക്യാപ്റ്റനായി ഇന്ത്യ നിശ്ചയിച്ചത്. മുൻപ് പല മുൻ താരങ്ങളും സഞ്ജു സാംസൺ ഇന്ത്യയുടെ ഭാവി നായകനാണ് എന്ന് പ്രവചിക്കുകയുണ്ടായി. ഇതൊക്കെയും ശരിവെക്കുന്ന നീക്കമാണ് ഇന്ത്യ നടത്തിയിരിക്കുന്നത്. ലോകകപ്പിനുള്ള സ്ക്വാഡിൽ ഇടം പിടിച്ചെങ്കിലും ഒരു മത്സരം പോലും കളിക്കാൻ സഞ്ജുവിന് സാധിച്ചിരുന്നില്ല. പക്ഷേ സിംബാബ്വെക്കെതിരെ ഒരുങ്ങിയിരിക്കുന്നത് വലിയൊരു അവസരം തന്നെയാണ്. അടുത്ത ഇന്ത്യയുടെ പരമ്പര ശ്രീലങ്കയ്ക്കെതിരെയാണ്. ആ മത്സരത്തിലൂടെയാണ് ഇന്ത്യൻ ടീമിന്റെ കോച്ചായി ഗൗതം ഗംഭീർ ചുമതലയേൽക്കുക. നേരത്തെ തന്നെ ഗംഭീർ പലതവണയായി സഞ്ജുവിനെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് വരികയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള മത്സരങ്ങൾ സഞ്ജുവിന്റെ കരിയറിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും. ഇതുപോലുള്ള പുതിയ വാർത്തകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക.